സൗദി എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ഡ്രോൺ ആക്രമണം. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി. എണ്ണവില കുതിച്ചുയരുന്നു. പശ്ചിമേഷ്യയിൽ സംഘർഷം പാരമ്യത്തിലെത്തി നിൽക്കെ സൗദി അറേബ്യയിലെ പ്രമുഖ എണ്ണ ശുദ്ധീകരണശാലയായ റാസ് തനൂരയ്ക്ക് നേരെ ഡ്രോൺ ആക്രമണം. ആക്രമണത്തെ തുടർന്ന് സൗദി അരാംകോയുടെ ഉടമസ്ഥതയിലുള്ള ഈ വൻകിട റിഫൈനറി മുൻകരുതലുകൾ നടപടിയായി താൽക്കാലികമായി അടച്ചിട്ടു. ഇതോടെ ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില 4 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തി. റാസ് തനൂര റിഫൈനറിയിൽ നിന്നുള്ളതെന്ന് അവകാശപ്പെടുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ടെങ്കിലും ഇവയുടെ ആധികാരികത ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. പശ്ചിമേഷ്യൻ മേഖലയിൽ നിലനിൽക്കുന്ന കടുത്ത അസ്ഥിരതയ്ക്കിടെയുണ്ടായ ഈ നീക്കം ആഗോള വിതരണ ശൃംഖലയെ ഗുരുതരമായി ബാധിക്കുമെന്നാണ് ആശങ്ക. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഭാഗികമായി സ്തംഭിച്ചതാണ് എണ്ണവില കുതിച്ചുയരാൻ പ്രധാന കാരണമായത്. സുരക്ഷാ ഭീഷണിയെ തുടർന്ന് പ്രമുഖ കപ്പൽ കമ്പനികൾ ചരക്കു നീക്കം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇറാൻ ഔദ്യോഗികമായി കടലിടുക്ക് അടച്ചിട്ടില്ലെങ്കിലും നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് കപ്പലുകൾ ഈ പാത ഒഴിവാക്കുകയാണ്. എണ്ണ ഉൽപാദനത്തിലും വിതരണത്തിലും ഉണ്ടായ ഈ പെട്ടെന്നുള്ള തടസ്സം വരും ദിവസങ്ങളിൽ ആഗോള സാമ്പത്തിക മേഖലയിൽ വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കും. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും എണ്ണ വിപണിയിലെ വിടവ് നികത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും സൗദി അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.